ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മ്യൂതിക. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. സാധാരണ ശനിയാഴ്ചയാണ് ഷൂട്ടിംഗ് ക്ലാസ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ പോകല്ലേ, അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു 10 മണിയായി. 9:30 ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നോട് ഷോപ്പിങ്ങിനൊക്കെ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൈനാട്ടി ഇറങ്ങിയിട്ട് ഹാപ്പി 7 ഡേയ്സ് കയറി. അവിടുന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ ഒരു കൊറിയൻ നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്കിൻ കെയർ ഐറ്റംസും വേറെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞാൻ ഡയറി മിൽക്ക് കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അവിടുന്ന് ഒരു ബബിളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുവാണ്. അപ്പോൾ ബസ്സിലായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി കുറച്ചധികം നേരം പോസ്റ്റ് അടിച്ചിരുന്ന് ബസ് വന്നു. പിന്നെ അവിടുന്ന് സ്കൂട്ടിയിൽ കയറി വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണൊക്കെ കഴിയാറേയല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ റംബൂട്ടാൻ കണ്ടപ്പോൾ 2-3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാണ്ട് ഞാൻ അതായിരുന്നു പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ബബിളിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് എനിക്ക് ഈ നോട്ട് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ബോട്ടണീൻ്റെ അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു. അസൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, നോട്ടിൽ ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതാം. അപ്പോൾ അത് അത്യാവശ്യം കുറേ എഴുതാനുണ്ടായിരുന്നു. യൂണിറ്റ് ടെസ്റ്റൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു എഴുതാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ക്രീം ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് വാങ്ങണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് മന്തിയൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മയൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കുറേ നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുറേ നേരം വെറുതെ ഇരുന്നു. പിന്നെ കറണ്ട് വന്നപ്പോൾ മാത്സിൻ്റെ ക്ലാസ് യൂട്യൂബിൽ വെച്ച് കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 9:30 ആകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഉള്ള പോലെ ഞാൻ ബിഗ് ബോസ് കാണും. ഇപ്പോൾ സ്ഥിരമായി ഇനി എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അമ്മ ഈ ഒരു സാധനം വെച്ചുണ്ടാക്കി. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രി ചോറ് കഴിച്ചു. പിന്നെ ഞാൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നോട്ട് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി തീർത്തു. അത്ര ഒന്നത്തോടെയോ. ബൈ.